വെള്ളച്ചൂര മീൻ കൊണ്ട് കുരുമുളക് ചേർത്ത് കുരുമുളക് കറി ഉണ്ടാക്കാം. വെള്ളച്ചൂര മീൻ കുരുമുളക് കറി. അതിനായി 1/2 കിലോ ചൂരമീൻ കഴുകി വൃത്തിയാക്കി ബ്ലഡെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട്. 5-6 വെള്ളത്തിൽ കഴുകി ബ്ലഡെല്ലാം കളഞ്ഞതാണ്. ഇനി ഇതിലേക്ക് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ്: ഒരു 25 കുഞ്ഞുള്ളി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു കുടം വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു മീഡിയം തക്കാളി അരിഞ്ഞത്, ഒരു തണ്ട് കറിവേപ്പില, 3 പച്ചമുളക് നീളത്തിൽ കീറി വെച്ചിട്ടുണ്ട്, ഒരു 3 ചെറിയ കഷ്ണം കുടംപുളി ചൂടുവെള്ളത്തിൽ കുതിരാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഉപ്പ്, വെളിച്ചെണ്ണ, ആവശ്യത്തിന് വെള്ളം, മസാലപ്പൊടികൾ, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. ഇത്രയും മതി കറിക്ക്. പിന്നെ ഉലുവയുടെ പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. അത് നമുക്കൊരു പാൻ എടുത്ത് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചൂടാക്കാം. അതിനായി 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ കൂടെ കുരുമുളക് പൊടി, കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, ഉലുവയുടെ പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. ഈ പൊടിയൊക്കെ ഒന്ന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം. നമ്മളിതിൽ മുളക് പൊടി ചേർക്കുന്നില്ല, അതിന് പകരം പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. കുരുമുളക് പൊടിയെല്ലാം ചൂടായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ പൊടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യാം. കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാൻ ഒരു പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. അടുപ്പ് വെച്ച് സ്റ്റവ് വെച്ചിട്ട് പാത്രം ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഏകദേശം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകട്ടെ. എണ്ണ ചൂടാകുമ്പോൾ ചെറിയ ഉള്ളി ചേർത്ത് വയ്ക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും 3 പച്ചമുളക് ചെറിയതും കൂടെ ചേർക്കാം. അതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതൊക്കെ ചെറുതായി ഒന്ന് വഴലുമ്പോൾ നീളത്തിൽ കീറി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി ചേർക്കാം. അതും ഇതോടൊപ്പം ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടെ ഒന്ന് വഴലട്ടെ. ഇപ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അത് ഈ ഓയിലൊന്ന് മൂപ്പിക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം ചെറുതായി ഒന്ന് വഴന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. അതും ഇതോടൊപ്പം ഒന്ന് മിക്സ് ചെയ്യാം. പെട്ടെന്ന് വഴന്ന് കിട്ടാനായി നമുക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. അതും ഇതോടൊപ്പം ഒന്ന് മിക്സ് ചെയ്യാം. പാത്രത്തിൻ്റെ അടപ്പൊന്ന് തുറക്കാം. തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്കിതൊന്ന് സൈഡിലോട്ട് മാറ്റിയ ശേഷം നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ഈ അരപ്പൊന്ന് ചേർക്കാം. ഈ ഓയിലൊന്ന്
ചെറുതായി ഒന്ന് മൂപ്പിച്ചാൽ മതി. ഓൾറെഡി നമ്മളിത് ചൂടാക്കിയ പൊടിയാണ്. ചെറുതായി ഒന്ന് മൂപ്പിച്ച ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യും. ഇതിലേക്ക് ആ പാത്രം പാൻ കഴുകിയ വെള്ളം കൂടെ ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് ചെറുതായി ഒന്ന് തിളക്കട്ടെ. ഇപ്പോൾ നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന കുടംപുളി ചേർക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ തിള വരട്ടെ. നല്ലതുപോലെ തിള വന്ന് പുളി വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് മീൻ വേവാൻ ആവശ്യമുള്ള കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം. വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും ഒരു തിള വരുന്നവരെ അടച്ചു വയ്ക്കാം. കറിയൊക്കെ നല്ലതുപോലെ വെട്ടി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് വെള്ളച്ചൂര മീൻ കഷ്ണം നന്നായി പുറക്കിയിടാം. ഇതൊക്കെ നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ച് ഒരു 15-20 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിം ആക്കാം. മീഡിയം ഫ്ലെയിം ടു ലോ ഫ്ലെയിം. ചെറിയ തീയിൽ വെച്ച് നമുക്ക് വീണ്ടും വേവിച്ചെടുക്കാം. അടപ്പം തുറക്കാം. വെള്ളച്ചൂര മീനൊക്കെ വെന്ത് കുറുകിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. പിന്നെ ഒരു 2 കറിവേപ്പില, കുറച്ച് പച്ച വെളിച്ചെണ്ണ എല്ലാം കൂടെ ചേർത്ത് ഒന്ന് ചുറ്റിച്ച ശേഷം അടച്ചു വയ്ക്കാം. വെള്ളച്ചൂര മീൻ റെഡി ആയിട്ടുണ്ട്. വെള്ളച്ചൂര മീൻ കുരുമുളക് ഇട്ട കറി റെഡി. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യും. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു. നമുക്ക് അടച്ചു വെച്ച് തണുത്ത ശേഷം ഒരു സർവിംഗ് ഡിഷിലേക്ക് പത്തിൻ്റെ അടപ്പം തുറക്കാം. സർവിംഗ് ബൗളിലോട്ട് മാറ്റാം. വെള്ളച്ചൂര മീൻ കുരുമുളക് കറി റെഡി.